ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു എന്താ പറയുക ഒരു സബ്ജക്ട് ബേസ്ഡ് ക്ലാസ് അല്ല, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്ലാസ് അല്ല. ഓക്കെ, നമ്മൾ സാധാരണ വരുമ്പോൾ എപ്പോഴും ഒന്നുകിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. വളരെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ പോയെങ്കിൽ ഇപ്പോൾ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, ഓക്കെ, നമ്മുടെ കുട്ടികൾ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാറേ, ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ പഠിക്കണം? ഇപ്പോഴും അതായത് ചില കുട്ടികൾ സാറേ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെ, ഞങ്ങൾ മണിക്കൂറുകളോളം ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഈ എന്താ പറയുക കട്ട് ഓഫിന്റെ ഒരു 2-3 മാർക്കിനൊക്കെ അടുത്ത് വരെ എത്തുന്നുള്ളൂ. എന്താണ് ഇതിൻ്റെ പ്രശ്നം? അല്ലേ, അപ്പൊ ഹൗ ടു ക്രാക്ക് CSEB, എങ്ങനെ CSEB എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം? നിങ്ങൾ ആദ്യം ഓർക്കും, ഇതെന്തോ വളരെ വലിയ സംഭവമാണെന്ന് ഓർക്കും, അല്ലേ, ഇത് വലിയ പാടാണ്, ഇത് ക്രാക്ക് ചെയ്യാൻ വലിയ. കാരണം പല കുട്ടികളും പറയും, സാറേ ഇത് എന്താണ്, ഞങ്ങൾ നിർത്തി പോവുകയാണ്, ഞങ്ങൾ മടുത്തു, അല്ലേ. ഞാൻ ചില സ്ഥലങ്ങളിൽ ഓഫ്ലൈനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ പിള്ളേർ പറയുന്നതാണ്, സാറേ നിർത്തി പോവാണ്, മടുത്തു, എത്രയോ വർഷങ്ങളായി ഇതിലേക്ക്. അപ്പം നമ്മൾ പറയുന്ന കാര്യം, നിങ്ങൾ ഒരു 4-5 സ്റ്റെപ്സ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു 4-5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഈ എക്സാം ക്രാക്ക് ചെയ്യാം. കാരണം നിലവിൽ ക്രാക്ക് ചെയ്ത കുട്ടികൾ, അതായത് നമുക്കറിയാം ഇപ്പോൾ വിജയിച്ചു വന്ന കുട്ടികളിൽ 90% കുട്ടികളും ഫോളോ ചെയ്ത ചില മെത്തേഡുകൾ, കോമൺ ആയിട്ട് വരുന്ന ചില മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫോളോ ചെയ്യുക. ഒരു 100 നമ്മുടെ എന്താ പറയുക ജോലി കിട്ടിയ 100 പിള്ളേർ എടുത്ത് അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവരെല്ലാം കോമൺ ആയിട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ കൂടെ, അതായത് നമ്മൾ ഒരു 5 കാര്യങ്ങൾ, അല്ലേ, ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 സ്റ്റേജസ് ആയിട്ടാണ് ഞാനിവിടെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ചെയ്യുക, നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കുക. നമ്മൾ ഏതൊരു പരീക്ഷ എഴുതുന്നതിന് മുൻപും, ഏതൊരു മത്സര പരീക്ഷ ആയിക്കോട്ടെ, ഇപ്പോൾ CSEB എന്നല്ല, ഏതൊരു മത്സര പരീക്ഷയാണെങ്കിലും അത് എഴുതുന്നതിന് മുൻപാണ് നമ്മൾ ആ പരീക്ഷയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ കടമ്പ എന്ന് പറയുക, അല്ലേ. എക്സാം എന്താണ് അതിൻ്റെ സിലബസ് എന്ന് അറിഞ്ഞിരിക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽഡ് സിലബസുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസുകളുണ്ട്. പണ്ട് കാലത്ത് ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല, ജസ്റ്റ് എന്താ പറയുക, ഇത്ര ടോപ്പിക്കിന് ഇത്ര മാർക്ക് അല്ലെങ്കിൽ ഇത്ര ടോപ്പിക്സുകളെന്ന് മാത്രമേ പറയുള്ളായിരുന്നു. നമ്മൾ അതിൽ നിന്നും സിലബസ് കണ്ടെത്തണമായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ലഭ്യമാണ്. അപ്പം നമ്മുടെ നിലവിലെ പരീക്ഷകൾ നോക്കുമ്പോൾ, പുതിയ ഡീറ്റെയിൽഡ് സിലബസ് വന്നതിന് ശേഷമുള്ള പരീക്ഷകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എല്ലാം സിലബസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. സിലബസിനുള്ളിൽ നിന്ന് തന്നെ 100% സിലബസിനോട് നീതി പുലർത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞുപോയ പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സിലബസിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ, സിലബസിനെ ഐഡന്റിഫൈ ചെയ്യാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇത് നമ്മൾ കണ്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അതായത് പഠിക്കേണ്ട കാര്യമാണ്. അതിന് മുൻപായിട്ട് ഒരാൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ, അല്ലേ, നമുക്ക് ഒരു ജോലി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് എന്ത് വേണുള്ളൂ? അതാണ് ഫസ്റ്റ് ചോദ്യം. നമുക്ക് ഒരു തീവ്രമായ ഒരു ആഗ്രഹം വേണ്ടേ? നമ്മൾ ആദ്യം അങ്ങനെ 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു മൂഡിലേക്ക് നമ്മൾ എത്തണം. ദാറ്റ് മീൻസ് നമ്മുടെ മനസ്സിനെ ജോലി എന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കയറണം. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജോലി വേണം എന്നുള്ള ഒരു അതിയായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ആദ്യം വേണ്ടത്. എനിക്ക് ജോലി വേണം, അല്ലേ, എനിക്ക് ജോലി വേണം. കാരണം പല കുട്ടികൾക്കും പല രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും വീട്ടമ്മമാർ ഇന്ന് ഒരുപാട് പേര്, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള വീട്ടമ്മമാർ ഒരുപാട് പേര് ഇന്ന് പ്ലേസ്ഡ് ആകുന്നുണ്ട്, CSEB എക്സാം ക്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിച്ച്, നമുക്ക് ഓരോരുത്തർക്കും പല രീതിയിലാണ് ആവശ്യം. ഇപ്പോൾ ചില ആൾക്കാർക്കാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അവർക്ക് ജോലി വേണം. ചിലവർക്കെന്ന് പറയുന്നത് സാമ്പത്തിക ഗുണം, പക്ഷെ ഒരു ജോലി വേണം. അങ്ങനെ ഓരോരുത്തർക്കും പലതായിരിക്കും അവരുടെ ആവശ്യം. എന്താവശ്യമാണ് നമുക്ക് ജോലി വേണം എന്നുള്ള ആ ഒരു ഉത്തരത്തിലാണ് നമ്മൾ എത്തിപ്പെടുക, അല്ലേ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ, ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വീട്ടമ്മമാർ ഇതിൽ പ്ലേസ്ഡ് ആകുന്ന സാഹചര്യം കാണുന്നുണ്ട്. അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കറിയാം ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും ഇന്ന് കുടുംബം നടന്നു പോവില്ല, അല്ലേ. എല്ലാ കാര്യങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത വേണം. സോ നമുക്ക് ജോലി ആവശ്യമാണ്.
ചിലർക്ക് എന്താണ് സാമ്പത്തികം കാണും, പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നല്ലൊരു ജോലി വേണം. അങ്ങനെ ഓരോരുത്തരും പല രീതിയിലാണ് അവരവരുടെ ആവശ്യങ്ങൾ വരിക. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണം എന്താണ്, ജോലി വേണമെന്നുള്ള അതിയായ ഒരു ആഗ്രഹം വേണം. ആഗ്രഹമില്ലാതെ അല്ലേ, ആഗ്രഹമില്ലാതെ നമുക്ക് ഒരു രീതിയിലും ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അല്ലേ. ഉറച്ച ഒരു ആഗ്രഹം, എനിക്ക് ജോലി വേണം അല്ലേ, എന്നൊരു ലക്ഷ്യം വേണം എന്നാണ് ഞാൻ പറയുക. നമുക്ക് ജോലി വേണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ ഓക്കെ. ഇതിപ്പോൾ നമ്മളായാലും നിർബന്ധിച്ച് നമ്മൾ പറയാമല്ലോ, നിർബന്ധിച്ച് പറഞ്ഞാലൊന്നും കാര്യമില്ല. അവനവൻ തന്നെ തീരുമാനിക്കണം, അവനവന് ജോലി വേണമെന്നുള്ള അതിയായ ഒരു ലക്ഷ്യം വേണം ഫസ്റ്റ്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് ജോലി വേണം. അപ്പോൾ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉടലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, വിശ്വാസമാണ്. കാരണം എനിക്ക് ഈ ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ടാണല്ലോ CSEB എക്സാമിൻ്റെ പ്രത്യേകത. വെറും 10ാം ക്ലാസ്സും JDC ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ ഇപ്പോൾ സാധാരണക്കാരന് എഴുതാൻ പറ്റിയ ഒരു പരീക്ഷയാണിത്. അപ്പോൾ ആദ്യം എന്താണ്, ജോലി വേണം എന്നുള്ള അതിയായ ആഗ്രഹം വേണം. രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ടതെന്നാണോ, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം, ഒരു കോൺഫിഡൻസ് ഉണ്ടാണ്. എന്താ എനിക്ക് ഈ ജോലി കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലേ, എനിക്കിത് കിട്ടും എന്നുള്ള അതിയായ ഒരു കോൺഫിഡൻസ്, മനസ്സിനൊരു ധൈര്യം വേണം. കാരണം ഇന്നും നമ്മൾ പല കുട്ടികളുമായി ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്ന അവർക്ക് ഡൗട്ടാണ്, ഇത് കിട്ടുമോ, കിട്ടുമോ, ഇത് ഭയങ്കര പാടല്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നുള്ള ഒരു ഡബിൾ മൈൻഡിലാണ് കുട്ടികൾ വരിക. ആ ഡബിൾ മൈൻഡ് എന്ന് കളഞ്ഞേക്ക്. ഇത് ഏത് സാധാരണക്കാരനും എഴുതി മേടിക്കാൻ പറ്റുന്ന ജോലിയാണ്. സോ ഈ ആദ്യം ലക്ഷ്യം വന്ന് മനസ്സിൽ, എനിക്ക് ജോലി വേണം, എൻ്റെ ആവശ്യമാണ്, സാമ്പത്തികപരമായിട്ട് എനിക്ക് ഉന്നതിയിലെത്തണം, അല്ലെങ്കിൽ സമൂഹത്തിന് മുൻപിൽ നല്ലൊരു ജോലി എനിക്ക് വേണം, ശരിയല്ലേ? അപ്പോൾ ആ ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ്, ഈ ജോലി കിട്ടുമെന്നുള്ള എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ആണ്, ഒരു വിശ്വാസമാണ്. എനിക്ക് പറ്റും, ഐ ക്യാൻ അല്ലേ, എന്നെ കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കണം. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്നത് വരെ ഈ ലക്ഷ്യവും ഈ കോൺഫിഡൻസും നമ്മൾ മുറുകെ പിടിച്ചിരിക്കണം. ഓക്കെ, പകുതിയാകുമ്പോൾ ഇട്ടേച്ച് പോകില്ല. പല കുട്ടികളും പകുതിയാകുമ്പോൾ എന്നെ കൊണ്ട് മടത്തിക്കും, പറ്റത്തില്ല, വലിയ പാടാനേ, അങ്ങനെ പോവരുത്. ഇത് കിട്ടൂന്നേ, ഇത് പഠിച്ചാൽ കിട്ടും. ഇനിയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിലബസിനെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ സിലബസിനെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കണം. സിലബസ് ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സിലബസ് അനാലിസിസുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓൾറെഡി നമുക്ക് സിലബസ് വന്നിട്ടുണ്ട്. CSEBയുടെ ഒഫീഷ്യൽ സൈറ്റിൽ സിലബസ് കിടപ്പുണ്ട്. അപ്പോൾ ആ സിലബസിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു പ്രിന്റ് എടുത്ത് വെച്ചേക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. സിലബസിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് നമ്മുടെ സ്റ്റഡി ടേബിളിൽ സൂക്ഷിച്ചിരിക്കണം. ഫസ്റ്റ് കാര്യം ചെയ്യണം. ഇനി അടുത്തോടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് പഠിച്ചെടുത്താൽ എങ്ങനെ പോലെ ഒരു 3-4 മാസം പിടിക്കും എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും ഒരു കാരണവശാൽ CSEB എക്സാം നമുക്ക് പഠിച്ചെടുക്കാം. കാരണം അതുപോലെ സിലബസ് പഠിക്കാനുണ്ടല്ലോ. ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഞാനിത് പഠിച്ച് തീർക്കും, അത് വളരെ എന്താണ് പറയുക, അത് തെറ്റായ ചിന്താഗതിയാണ്. നമുക്കൊരു 4 മാസമെങ്കിലും വേണം. ഓക്കെ, ആ ഡീറ്റെയിൽഡ് സിലബസ് പ്രോപ്പറായിട്ട് കണ്ടന്റ് പഠിക്കാൻ നമുക്ക് എങ്ങനെ പോലെ ഒരു 4-5 മാസമെങ്കിലും വേണം. അപ്പോൾ നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ സിലബസ് കണ്ടു, അതെ 2-3 പേജുള്ള ഒരു സിലബസാണ്. നമ്മൾ ആ സിലബസിനെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതായത് നമുക്കൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് ഇനി വരാൻ പോകുന്ന പരീക്ഷ നമ്മളൊരു 4 മാസം അല്ലെങ്കിൽ 5 മാസത്തെ എന്താണ് പറയുക, ഒരു ഇടവേള കണ്ടുകൊണ്ട് 5 മാസം ഡ്യൂറേഷൻ ഉണ്ട്. അതുകൊണ്ട് ആ 5 മാസം കൊണ്ട് നമ്മൾ ഈ സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്, ശരിയല്ല? അതായത് ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അല്ലേ, ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു ഡിവിഷൻ നമ്മൾ കൊണ്ടുവരണം. ദാറ്റ് മീൻസ് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡേ 1 നമ്മളൊരു 5 മാസം കൊടുക്കുകയാണെങ്കിൽ അല്ലേ, ഒരു 150 ഡേയ്സിലേക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലേ, ഒരു 150 ദിവസത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡേ 1 നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ ലോ എടുക്കുന്നു, ലോയുടെ ചാപ്റ്റർ 1 പഠിക്കുന്നു. അതുപോലെ തന്നെ ബാങ്കിങ് എടുക്കുന്നു, ബാങ്കിങ്ങിൻ്റെ എന്താണ് ഫങ്ഷൻസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് പഠിക്കുന്നു. ഉദാഹരണം ഞാൻ പറയുകയാണ്, അക്കൗണ്ടിങ് എടുക്കുന്നു, ബേസിക് ആയിട്ടുള്ള എന്താ പറയുക കൺസെപ്റ്റുകൾ പഠിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് ഒരു കോർപ്പറേഷൻ എടുക്കുന്നു, കോർപ്പറേഷൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് പഠിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് ഇംഗ്ലീഷ് GK മാത്സ്, അതിൽ നമുക്ക് ഓരോ ടോപ്പിക് ഉണ്ട്. അങ്ങനെ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക്ക് വെച്ച് നമ്മൾ പഠിക്കണം. ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രമല്ല, എല്ലാ ദിവസവും. ഇപ്പം നമ്മൾ ഡേ 1 എല്ലാത്തിൻ്റെയും കുറേശ്ശെ കാര്യങ്ങൾ പഠിക്കുന്നു, അടുത്ത ദിവസവും അങ്ങനെ പഠിക്കുന്നു. അങ്ങനെ
നമ്മളൊരു 150 ഡേയ്സ്, ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് 120 ആക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മുടെ കോർപ്പറേഷനായി അല്ലേ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് പഠിക്കുന്നത് വിചാരിക്കും. അപ്പം നമ്മൾ ആ പഠിക്കുന്നതിനൊപ്പം തന്നെ ഒരു ഷോർട്ട് നോട്ട് ഒന്ന് എഴുതി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇംഗ്ലണ്ട് ബർത്ത് പ്ലേസ് ഓഫ് കോർപ്പറേഷൻ അല്ലെ, ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ മൂവ്മെന്റ്, ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെന്റ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അല്ലെ, മക്ക ഓഫ് കോർപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് ആരാണ്, അങ്ങനെ 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 നമ്മൾ പ്രധാനപ്പെട്ട കണ്ടന്റ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട നോട്ട്സുകളോട് പ്രിപ്പയർ ചെയ്യുക. ആ പഠിക്കുന്നതിനൊപ്പം പ്രിപ്പയർ ചെയ്തുപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഒന്നും വേണ്ട, പഠിക്കുന്നു ആ സമയത്തിനനുസരിച്ച് അതേ സമയം തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരു ബുക്ക് വേണം, നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എഴുതുന്നു. ഇതാണ് ഇങ്ങനെ നമുക്കൊരു 120 അല്ലെങ്കിൽ 150 ഡേയ്സും ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ആ ഒരു ടൈം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ A to Z ടോപ്പിക്സുകൾ വളരെ വിശദമായിട്ട് പഠിച്ചു പോകാം. ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൃതി പിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരാഴ്ച കൊണ്ടല്ലോ ഒരു മാസം കൊണ്ട് ഇത് മൊത്തം പഠിച്ചു തീർക്കുക, അത് ഇമ്പോസിബിൾ ആണ്. അത് 110 സെക്ഷനും 201 റൂൾ പഠിക്കാനുണ്ട്. ബാങ്കിങ്ങിനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അക്കൗണ്ടൻസി, ഇതെല്ലാം പഠിക്കാനുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് പഠിച്ചു കഴിയാൻ പറ്റില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. നമുക്കൊരു 150 ഡേയ്സ് എങ്കിലും ഞാൻ അത്രയാണ് റെക്കമെൻഡ് ചെയ്യുക. മിനിമം ഒരു 150 ഡേയ്സ്, 150 ഡേയ്സ് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ആ രീതിയിലുള്ള സ്റ്റഡി പ്ലാനുകളാണ് നമ്മളിവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ചിട്ടയോടെ പഠിക്കണം അല്ലേ, ചിട്ടയോടെ നമ്മൾ പഠിച്ചു പോകണം. പിന്നെ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീക്കിലി അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ കുറേ മോഡൽ എക്സാംസുകൾ, അവസാന ദിവസങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി മോഡൽ എക്സാംസുകൾ ചെയ്യണം. ഇപ്പം ആദ്യമൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് 3 ദിവസം കൂടുമ്പോഴൊക്കെ ഓരോ മോഡൽ എക്സാംസുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും ടോപ്പിക് വൈസ് എക്സാംസുകൾ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ആദ്യം നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാംസുകൾ ചെയ്ത് നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പല കുട്ടികളൊന്നും ചെയ്യാത്തൊരു സംഭവമാണ് ഈ മോഡൽ എക്സാം. ഇത് എന്നാത്തിനാണ്, സിമ്പിൾ കേസല്ലേ എന്നൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് പല കുട്ടികളും. പക്ഷേ മോഡൽ എക്സാംസുകൾ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു പഠിച്ചത് റെഡി ആകുന്നുണ്ടോ അല്ലെ, അതിന് നമുക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാംസ് നമ്മൾ പ്രോപ്പറായിട്ട് എഴുതി പരിശീലിക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറയുന്നത് നമുക്കൊരു വീക്കിലി എക്സാംസുകളൊക്കെ മതി, അല്ലെ ഒരു 3 ദിവസം കൂടുമ്പോൾ അല്ലെ 3 ദിവസം ഇടവേളകളായിട്ട് പരീക്ഷകൾ എഴുതിയാൽ മതി. പിന്നീട് നമ്മൾ അവസാനം നോക്കാൻ ഡെയിലി പരീക്ഷകൾ എഴുതി പോകണം. പിന്നെ നമ്മുടെ PYQ കഴിഞ്ഞ ലേറ്റസ്റ്റ് സിലബസ് വെച്ച് നോക്കുമ്പോൾ കുറേ റെപ്പറ്റീഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പുതിയ സിലബസ് പ്രകാരമുള്ള പരീക്ഷകൾ എന്നാണോ തുടങ്ങിയത് അന്ന് മുതലുള്ള പരീക്ഷകൾ നോക്കുമ്പോൾ കുറേ റെപ്പറ്റീഷൻസ് വരുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് PYQ പ്രാക്ടീസ് ചെയ്യണം. PYQ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ ഉത്തരം കഴിഞ്ഞു, അതല്ല PYQ പ്രാക്ടീസ് അല്ലെ. PYQ അങ്ങനെയല്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, 4 ഓപ്ഷൻ കാണും, അതിൻ്റെ ഉത്തരം പഠിക്കുന്നു, ബാക്കി 3 ഓപ്ഷൻ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ഉത്തരവായിട്ട് വന്നിട്ടുള്ള എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി ആദ്യമൊക്കെ ഡെയിലി ഒരു 10 PYQ വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് പോകണം. ഓക്കെ, പിന്നീട് നമുക്കത് കൂടണം. ആദ്യം ഒരു 10 അല്ല 5 10 ഒക്കെ വെച്ച് പഠിച്ചാൽ മതി. പിന്നീട് ദിവസങ്ങൾ കൂടുന്തോറും നമ്മുടെ പഠനത്തിൻ്റെ ആഴം കൂടണമെന്നാണ് പറയുക. ഇതിന് മോഡൽ എക്സാംസുകൾ ചെയ്ത് നോക്കണം, PYQ പ്രാക്ടീസ് ചെയ്യണം, റിവിഷൻ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തി തന്നെ പഠിക്കണം. റിവിഷൻ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ പ്രോപ്പറായിട്ട് ഉൾപ്പെടുത്തണം. ഇപ്പം ഞാനൊക്കെ ഇവിടെ കൊടുക്കുന്ന എന്താണ് നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ ആഴ്ചയിൽ 6 ദിവസമായിരിക്കും ഡീറ്റെയിൽഡ് സ്റ്റഡി. ഈ സ്റ്റഡി പ്ലാൻ വരിക 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് പൊടി തട്ടി നോക്കി റിവിഷൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പഠനം കൂടെ മക്കളെ നിങ്ങൾ കാഴ്ചവെക്കണം. ഈ ഒരു രീതിയിൽ പഠിച്ചു നോക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഈ ഒരു രീതിയിൽ നമ്മുടെ പഠനത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ പഠനത്തിൽ ഉറപ്പാടും വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും, ഒരു സംശയവും വേണ്ട. കാരണം പല കുട്ടികളും നിർത്തിപ്പോവുക, ഞാനിനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോകാനിരുന്ന കുട്ടികൾ ഈ ഒരു രീതിയും കൂടെ നോക്കിയപ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് അവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ട്, ലിസ്റ്റിൽ വരുന്നുമുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന റെക്കമെൻഡേഷൻ. ഈ ഒരു രീതിയിലുള്ള പഠനമാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഈ രീതിയിൽ പഠിച്ചാൽ ഉറപ്പാണ് കിട്ടും. പിന്നെ പഠിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ പഠിക്കാതെ കഷ്ടപ്പെടാതെ എനിക്ക് ജോലി വേണമെന്ന് പറയാൻ നടക്കില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ CSEBക്ക് നല്ല കോമ്പറ്റീഷനാണ്, അതിലൊരു സംശയം വേണ്ട. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള പരീക്ഷയാണ്. നമുക്ക് ഒരു ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. ഇപ്പം നമ്മുടെ പരീക്ഷയിലൊക്കെ ആ സിലബസിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെയെങ്കിൽ ഇതാണ് ഈ 5 കാര്യം സിലബസിനെ അറിയുക,
ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, മോഡൽ എക്സാംസുകൾ എഴുതുക, PYQ പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ നടത്തുക. ഇതിലുപരി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതിലുപരി നമുക്ക് വേണ്ട മറ്റൊരു സംഭവമാണ് നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്ന സംഭവം. എന്താണ് ഡിസിപ്ലിനാണ്? ജീവിതത്തിനൊരു ഡിസിപ്ലിൻ, പഠനത്തിനൊരു ഡിസിപ്ലിൻ, ഒരു ഓർഡറൊക്കെ വേണം. കാരണം ഇപ്പം നമുക്കറിയാം സഹകരണ മേഖലയിൽ ശമ്പളമൊക്കെയാണ് അതിനെ നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. നല്ല നല്ല ആനുകൂല്യങ്ങൾ, ബോണസൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് വന്ന ബാങ്കിൽ ഓണം ബോണസ് 16,800 രൂപ. ഒരു കണ്ണാടി മേടിച്ചാൽ അതിന് അലവൻസ് കിട്ടും. മെഡിക്കൽ അലവൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ, പ്രൊമോഷനുള്ള സ്കോപ്പുകളൊക്കെ വളരെ വലിയ രീതിയിൽ കൂടുതലാണ് ഇന്ന് ബാങ്കുകളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു പ്രോസസ്സാണ്. പഠിക്കാൻ തുടങ്ങുന്നത് മുതൽ ജോലി കിട്ടുന്നത് വരെ നമ്മൾ ഇറ്റ്സ് എ പ്രോസസ്സ്. ഇത് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം നമ്മൾ വളരെ ക്ഷമയോടെ നമ്മൾ ഒരു ഡിസിപ്ലിനോടെ വേണം പഠിക്കാൻ. അപ്പം ഞാനിങ്ങനെ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ അതങ്ങനെയാണ്, ബാങ്കിൽ ജോലി കിട്ടി, ഇത്ര ശമ്പളം കിട്ടും, അങ്ങനെയാണ്, അതാണ്, ഇതാണ്, അലവൻസുകളുണ്ട്, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊരു ഒരു ഒരു എന്താ പറയുക, ഒരു തോന്നലുണ്ടാവും. സാർ അങ്ങനെ പറഞ്ഞാൽ ഇത്ര ശമ്പളം കൊള്ളാം, നല്ല ജോലി, അടിപൊളി. അങ്ങനെയുള്ള പഠനമല്ല, ആ ബൈ മോട്ടിവേഷൻ വെച്ചുള്ള പഠനമല്ല. മോട്ടിവേഷൻസ് നമ്മൾ തരും, അതല്ല ഞാൻ പറയുന്നത്. ബൈ മോട്ടിവേഷൻ ത്രൂ പഠനമല്ല, നമുക്കൊരു ഡിസിപ്ലിനോടെയുള്ള അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ടുള്ള പഠനം. അതാണ് ഞാൻ എടുപ്പം. നമ്മളിപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു സ്റ്റഡി പ്ലാൻ തന്നുകൊണ്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. അങ്ങനെ സ്റ്റഡി പ്ലാൻ വെച്ച് തരുമ്പോൾ ഞാൻ പറയില്ലേ, ഇപ്പം നമുക്ക് ഒരു മനുഷ്യന് 10 അല്ലെങ്കിൽ 15 ദിവസം നമുക്കൊക്കെയാണ് ഒട്ടും പറ്റുന്നില്ല അല്ലേ, ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം വരെ മോട്ടിവേഷൻ ബേസ്ഡ് പഠനം. അതായത് ഇപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പഠിക്കുമ്പോൾ അങ്ങനെയാണ്, നല്ല ജോലി കിട്ടും, നല്ല ജോലി, ഇത്ര ശമ്പളം, ഇത്ര ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അത് കേട്ട് പഠിക്കും. എത്ര ദിവസം പഠിക്കും? ഒരു 3 ദിവസം പഠിക്കും അല്ലേ? ശരിയല്ലേ? ഇപ്പം ഞാനിങ്ങനെ പറയുകയാണ്, അങ്ങനെയാണ്, ബാങ്കിൽ ജോലി കിട്ടും, ഇത്ര ശമ്പളം ഉണ്ട്, ഇത്ര പ്രൊമോഷൻ സ്കോപ്പ് ഉണ്ട്, അങ്ങനെയാണ്, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പഠിക്കും. എത്ര ദിവസം പഠിക്കും? 3 ദിവസം പഠിക്കും. കാരണം ഒരു മനുഷ്യന് ഒരു 10 അല്ലെങ്കിൽ 15 ദിവസത്തിൽ കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണ്ടത് മോട്ടിവേഷൻ ത്രൂ ഉള്ള പഠനമല്ല. നമുക്ക് വേണ്ടത് ഓർഡറോടെ, ചിട്ടയോടെ, അല്ലെങ്കിൽ ഒരു അച്ചടക്കത്തോടെ ഉള്ള പഠനമാണ്. ദാറ്റ് മീൻസ് നമ്മളിവിടെ തരുന്ന സ്റ്റഡി പ്ലാൻ, എന്ത് സംഭവിച്ചാലും ആ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കേണ്ടത് പഠിച്ചു തീർക്കുക. അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോടെ? അതായത് ഇപ്പം നമ്മൾ Day 1 പഠിക്കാൻ തരുന്ന സംഭവം, അത് എന്ത് വായിക്കോട്ടെ, അവിടെ ഒന്നുമില്ല, നിങ്ങൾ അത് പഠിച്ചേ പറ്റൂ. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. Day 1 തന്നിട്ടുള്ള കാര്യം എന്താണോ അത് പഠിക്കുക. Day 2 തന്നിട്ടുള്ള കാര്യം എന്താണോ പഠിക്കുക. അത് നാളെ മാറ്റി വെക്കില്ല. ഇപ്പം Day 1 പഠിക്കാനുള്ള കാര്യം Day 2 പഠിക്കാമെന്ന് ഓർത്താൽ Day 2 Day 1 കൂടെ ഒരു ദിവസം പഠിക്കേണ്ടി വരും. അത് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള സംഭവമാണ് അങ്ങോട്ട് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നത്. അപ്പോൾ അത് ഞാൻ ഇനി അടുത്ത ദിവസം പഠിക്കാം, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത് കാര്യമില്ല. അന്നന്ന് പഠിച്ചു പോവുക. അതാണ് ചിട്ടയോടെയുള്ള പഠനം. എന്ത് സംഭവിച്ചാലും എനിക്ക് പഠിക്കാനുള്ളത് ഞാൻ പഠിക്കും അല്ലേ? അതിനും കുറേ നാളുകൾക്ക് നമുക്ക് ജോലി കിട്ടുന്നത്, നമ്മളിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, പഠിക്കാൻ തീരുമാനമെടുത്ത് ഇതിലേക്ക് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത് വരെ നമ്മൾ കൂടുതലും നമ്മുടെ കോൺസെൻട്രേഷൻ പഠനത്തിലായിരിക്കണം. അപ്പം നമുക്കൊരു 5 മിനിറ്റേ കിട്ടിയുള്ളൂ. 5 മിനിറ്റേ കിട്ടിയുള്ളെങ്കിൽ നമ്മൾക്ക് 5 മിനിറ്റ് കൊണ്ട് എന്താ പഠിക്കാൻ പറ്റുമോ അത് പഠിക്കുക. മനസ്സിലാവുന്നത്? ഇപ്പം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ പഠിച്ച കാര്യം, നമുക്ക് പഠിക്കാനുള്ള കാര്യം പഠിക്കുക. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകണം, നമ്മുടെ കയ്യിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എപ്പോഴും നമ്മൾ പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു കയ്യിൽ വേണം. ഫോണിലാണെങ്കിലും മതി. ഒരു 5 മിനിറ്റ് കിട്ടി, 10 മിനിറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിൽ ആ 10 മിനിറ്റ് ഫോണിൽ നോക്കി പഠിക്കുക, ക്വസ്റ്റ്യൻ പഠിക്കുക. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിലോ. അപ്പം ഇതൊരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ജോലി കിട്ടുന്നത് വരെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ കുറേ കടമ്പകൾ കിടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ കാര്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങൾ പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് PYQസുകളൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് മോഡൽ എക്സാംസുകളൊക്കെ എഴുതി അങ്ങനെയാണ് ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുക അല്ലേ? സക്സസ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്സിഡൻ്റ് ആണോ? അല്ല. സക്സസ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? ശരിയല്ലേ? പെട്ടെന്ന് കറക്കി കുത്തി പരീക്ഷയ്ക്ക് കയറാൻ പറ്റത്തില്ല. അതാണ് സക്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു തുടർച്ചയായ പ്രക്രിയയാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ് സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് സക്സസ് ആകണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ഒരു 4-5 മാസം ഇതിൻ്റെ പുറമെ കഷ്ടപ്പെടണം. നമ്മൾ ഹാർഡ് വർക്ക് മാത്രമല്ല, ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ നമ്മൾ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്, ഈ ഒരു രീതിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഹാർഡ് വർക്ക് വേണം കേട്ടോ. എന്നാൽ ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്കും വേണം. പഠിക്കാനുള്ളത് ഹാർഡായിട്ട് തന്നെ കഷ്ടപ്പാടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. അതിൻ്റെ പല പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ, പല സമസ്യകൾ മുൻപിൽ വരാം അല്ലേ? പറയാം മലയാളത്തിൽ സമസ്യ,
പ്രശ്നങ്ങൾ മുൻപിൽ വരാം. അതിനെയൊക്കെ തരണം ചെയ്ത് തന്നെ വേണം നമ്മൾ പഠിക്കാൻ. ചിലപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും അടിച്ച് പൊളിച്ച് നടക്കാൻ പറ്റണമെന്നില്ല. എല്ലാ ഫംഗ്ഷൻസുകൾക്കും പോകാനുള്ള കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്രയൊക്കെ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലെ കസിൻസിൻ്റെ കല്യാണം, ഫംഗ്ഷൻസിനൊക്കെ പോകാൻ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ ഒരു ലിമിറ്റ് വരുത്തുക. ചിലപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കുറേ അധികം സമയം ഇൻസ്റ്റയിലും FBയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കാൻ നല്ല സുഖമുള്ള കാര്യമാണ്, സമയം പോകുന്ന കാര്യത്തില്ല. പക്ഷെ നമുക്ക് ജോലി കിട്ടുന്നത് വരെ നമ്മൾ ഇതിനൊക്കെ ചെറിയ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടുവരണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് നമ്മൾ കൊണ്ടുവരണം. കുറച്ച് സമയം മാക്സിമം, അതായത് പഠനം ഉള്ള കാര്യം എന്ന് പറയുകയാണ്. പഠനം നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം പഠിക്കുക. ഇത്ര സമയം എന്നൊരിക്കലും ഞാൻ പറയില്ല, കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കുക. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് 8 മണിക്കൂർ 10 മണിക്കൂർ പഠിക്കാൻ പറ്റുമോ? ഇല്ല. വീട്ടിലിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പഠിക്കാം. അപ്പം നമുക്ക് കിട്ടുന്ന സമയം എത്രയാണോ അത് മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. നമ്മൾ കൂടുതൽ പഠിച്ചാൽ പെട്ടെന്ന്, അതായത് ഒരുപാട് സമയം പഠിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, കാരണം നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ് ഇതെന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ I+ൽ ഇതിൻ്റെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നമ്മുടെ CSEBയുടെ കോഴ്സ്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ CSEB എന്താ പറയുക ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റിലേക്കുള്ള കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ പറയുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ, സിലബസിൽ നിന്നുകൊണ്ട് തന്നെ വേണം പഠിക്കാൻ. അപ്പോൾ സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോ ക്ലാസ്സുകൾ കണ്ടു, നിങ്ങൾക്ക് ഡൗട്ട്സ് വരാം. അപ്പോൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യണ്ടേ? അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ലൈവ് സെഷൻസുകൾ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ, പിന്നെ ഞാൻ പറയും മോഡൽ എക്സാംസുകൾ ചെയ്ത് നോക്കണേ അല്ലേ. ഇപ്പോൾ എന്താണ് മോഡൽ എക്സാംസുകൾ ഒരു നല്ല കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കിനും ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞോളൂ, നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരിക. ഓരോ ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് തരും, അതങ്ങ് പഠിച്ചോണം. കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് പഠിക്കാൻ തരും, അത് പഠിച്ചോണം, അത്രയേ ഉള്ളൂ. പിന്നെ ഫാക്കൽറ്റീസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മളൊരു പ്രോപ്പർ നമ്മളൊരു ഫോളോ അപ്പ്, നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളെ പ്രോപ്പറായിട്ട് മെൻറ്റർ ഫോളോ അപ്പ് ചെയ്തോളൂ. ഓക്കെ, പഠിച്ചോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളോട്, അതായത് നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ഫോളോ അപ്പ് കൂടെ ചെയ്യുന്നുണ്ട്. അല്ല ചുമ്മാ തന്നിട്ട് നീ തന്നെ സ്വന്തമായിട്ട് പഠിച്ചു എന്ന രീതിയിലല്ല, പ്രോപ്പറായിട്ട് ഇവിടെ ഫോളോ അപ്പ് ചെയ്യും. ഇവിടെ ചേർന്ന് കഴിഞ്ഞാലുള്ള പ്രത്യേകത അത് തന്നെയാണ്. ഇവിടെ ചേർന്ന് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രീതി മെരുക്കിയെടുക്കും. ഇപ്പം നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഒരു മൈൻഡ് സെറ്റോടെ പഠിക്കും, എനിക്ക് ജോലി വേണമെന്നുള്ള അതിയായ ആഗ്രഹം, ഞാൻ കഷ്ടപ്പെടുമെന്നുള്ള ഒരു വിശ്വാസം, എനിക്ക് ജോലി കിട്ടുമെന്നുള്ള വിശ്വാസം. കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങളുടെ കൂടെ ചേർന്നോളൂ, ഒരു പ്രശ്നമില്ല. കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം. അത് പഠിക്കാൻ തന്നെ കാരണം പഠിക്കണം. അതാണ് നമ്മളെപ്പോഴും പറയുക. നമുക്ക് ആ ഒരു രീതിയിൽ കൂടെ തന്നെ വിജയിച്ചെടുക്കാം. ഓക്കെ, ഒരു പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും കൂടെ, ഈ കണ്ടിന്യൂസ് പ്രോസസ്സിന് ഞങ്ങളും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സ് ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. വളരെ ചുരുക്കം അല്ലേ, വളരെ ചുരുങ്ങിയ ഒരു ഫീസിലാണ് നമ്മൾ ഇവിടെ കോഴ്സ് ഓഫർ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പം I+ൽ ജോയിൻ ചെയ്യുക, എന്ത് ചെയ്യുക, CSEB എക്സാം ക്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്പറിൽ 6238610406 അല്ലെങ്കിൽ 9633183392 ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി താഴെ ഗൂഗിൾ ഫോമുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അതിൽ കൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ടീമോട് സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളോട് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വിജയിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.